നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാനൊരുങ്ങി തൃപ്രയാർ ശ്രീരാമക്ഷേത്രം. സുരക്ഷ ഉൾപ്പെടെയുള്ള സ്ഥിതിഗതികൾ വിലയിരുത്താൻ കളക്ടർ ഉൾപ്പെടെയുള്ളവർ തൃപ്രയാറിലെത്തി. പേരിലെ സമാനതയിൽ ഒരുമ തീർത്ത് അഷ്റഫ് സഹോദര കൂട്ടായ്മ വാർഷികം. ആചാരാനുഷ്ഠാനങ്ങളോടെ നാട്ടിക ഈയാൻ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 17-ന് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ചലച്ചിത്ര നടനും മുൻ MP-യുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഗുരുവായൂരിലെത്തുന്നതിന് ഇടയിലായിരിക്കും പ്രധാനമന്ത്രി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലും ദർശനത്തിനെത്തുകയെന്നാണ് സൂചന. പ്രധാനമന്ത്രിയുടെ ക്ഷേത്ര ദർശനത്തിന് മുന്നോടിയായി ജില്ലാ കളക്ടർ കൃഷ്ണതേജ, പോലീസ് സൂപ്രണ്ട് നവനീത് ശർമ്മ, DYSP സലീഷ് N. ശങ്കർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ NK സുദർശൻ, ഡെപ്യൂട്ടി സെക്രട്ടറി M. മനോജ് കുമാർ, ക്ഷേത്രം മാനേജർ AP സുരേഷ് കുമാർ എന്നിവർ തൃപ്രയാറിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തിയാണ് ഇവർ ഞായറാഴ്ച തൃപ്രയാറിൽ സന്ദർശനം നടത്തിയത്. മറ്റ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. തൃപ്രയാറിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ആദ്യം റോഡ് മാർഗം തൃപ്രയാർ ക്ഷേത്രത്തിലെത്തുമെന്ന വിവരം വന്നെങ്കിലും ഹെലികോപ്റ്ററിൽ വലപ്പാട് അല്ലെങ്കിൽ നാട്ടിക ഹൈസ്കൂൾ ഗ്രൗണ്ടിലായിരിക്കും പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്ര ദർശനത്തിനായി എത്തുക എന്നതാണ് ഒടുവിൽ ലഭ്യമായ വിവരം. BJP ഭാരവാഹികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃപ്രയാർ സന്ദർശനത്തിന് മുന്നോടിയായി തൃപ്രയാറിലെത്തിയിരുന്നു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഹനീഷ് കുമാർ, സെക്രട്ടറി NR റോഷൻ, നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് എന്നിവരാണ് തൃപ്രയാറിലെത്തിയിരുന്നു. പെരുങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ മഹാക്ഷേത്രത്തിൽ പ്രതിവാര സംഗീത നൃത്ത പരിപാടികൾ നടന്നു. തൃപ്രയാർ ശ്രീരഞ്ജിനി കലാക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ വോയിസ് ട്രെയിനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃപ്രയാർ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ക്യാമ്പ് മധു ശക്തിധര പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ശ്രീരഞ്ജിനി കലാക്ഷേത്രം PTA പ്രസിഡന്റ് ജോബി മാത്യു അധ്യക്ഷത വഹിച്ചു. ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് വിശിഷ്ടാതിഥിയായിരുന്നു. സന്തോഷ് കോലോത്ത്, നർമ്മദ അജിയൻ, ശ്രീരഞ്ജിനി കലാക്ഷേത്രം പ്രിൻസിപ്പൽ ജയചന്ദ്രൻ, ശരണ്യ ആകാശ് എന്നിവർ സംസാരിച്ചു. മനോജ് കമ്മത്ത് ക്യാമ്പിന് നേതൃത്വം നൽകി. ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്തൊക്കെയാണ് പറയും? എന്താണ് ഏറ്റവും ഒരു പാട്ടുകാരന് ഏറ്റവും ആവശ്യമുള്ള സാധനം? എന്താ ഇന്ന് എന്ന് പറഞ്ഞാൽ നല്ല സൗണ്ട് വേണം. പിന്നെ ഇതല്ലാതെ വേറെ കോൺഫിഡൻസ്, മ്യൂസിക് സെൻസ്, കോൺസെൻട്രേഷൻ, ഫോക്കസ്, എനർജി, പ്രാക്ടീസ്, പെർഫോമൻസ്, മൈക്ക്. എൻ്റെ സെഷൻ എടുത്ത് പിടിച്ചിരിക്കുന്നു മൈക്ക് പൊസിഷനിങ്. പക്ഷെ എനിക്ക് സന്തോഷമുണ്ട്, സെഷൻ ഞാൻ സക്സസ് ആയി അല്ലേ? ആരാ പറഞ്ഞത്?
വെരി ഗുഡ്. എനിക്ക് വലിയ സന്തോഷമായി. മൈ പൊസിഷനിങ് എന്ന് എന്തോ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ഇനി വേറെ പുറകിൽ എല്ലാം മുമ്പിൽ നിന്നാണ് വരുന്നത്, പുറകിൽ നിന്ന് എല്ലാവരും പറയാം. പിന്നെ അതാണ് സാധനം. പണിയായി, പക്ഷെ ഇങ്ങോട്ട് വരേണ്ടി വരും. ഇങ്ങോട്ട് അതാണ് സാധനം. എന്താണ് സാധനം? കേട്ടില്ല, അത് മൈക്കിലൂടെ കേൾക്കാം അല്ലേ? ഇതാണ്, ഇതൊക്കെയാണ് നമ്മുടെ തോട്ട് പ്രോസസ് എന്ന് പറയുന്നത്. നമ്മൾ ചില വീടിന്റെ ഏറ്റവും ആവശ്യം എന്താ? മേൽക്കൂര, ഓട്, സിമെന്റ്, ഇത് പെയിന്റ്, റൂം ഡിസൈൻ, ഇത് എല്ലാം പറയും. ശരിയാണ്. അടിത്തറ, ബേസ്മെന്റ്. അഷ്റഫ് സഹോദര കൂട്ടായ്മയുടെ 3ാമത് വാർഷികം നാട്ടിക സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. അഷ്റഫ് കൂട്ടുങ്ങുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ വൈപ്പിപ്പാടത്ത് അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഷ്റഫ് അംഭയിൽ, അഷ്റഫ് അമ്പലത്ത്, അഷ്റഫ് കരിപ്പാക്കുളം, അഷ്റഫ് പടിയത്ത്, അഷ്റഫ് ചക്കമലത്ത്, അഷ്റഫ് CK വളവ്, അഷ്റഫ് തേപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. PKM അഷ്റഫ് സാഹിബ്, കളരിക്കൽ അഷ്റഫ് സാഹിബ് എന്നിവർ വരണാധികാരികളായി. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. അഷ്റഫ് കൂട്ടുങ്ങൽ പറമ്പിൽ ചെയർമാൻ, അഷ്റഫ് അംഭയിൽ PKM അഷ്റഫ്, അഷ്റഫ് പടിയത്ത് വൈസ് ചെയർമാൻമാർ, അഷ്റഫ് വൈപ്പിപ്പാടത്ത് കൺവീനർ, അഷ്റഫ് ചലിങ്ങാട്, അഷ്റഫ് ചക്കമലത്ത്, അഷ്റഫ് ചൂലുകാരൻ ജോയിന്റ് കൺവീനർമാർ, CM അഷ്റഫ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. അഷ്റഫ് CK വളവ്, അഷ്റഫ് ഹാപ്പി, അഷ്റഫ് തേപ്പറമ്പിൽ, അഷ്റഫ് തൊപ്പിയിൽ, അഷ്റഫ് മാണിയം കുന്നത്ത് എന്നിവരെ രക്ഷാധികാരികളായും തെരഞ്ഞെടുത്തു. 100-ലധികം അഷ്റഫ്മാർ സംഗമത്തിൽ പങ്കെടുത്തു. പെരുങ്ങോട്ടുകര ശ്രീനാരായണാശ്രമത്തിന്റെയും ശ്രീ സോമശേഖര ക്ഷേത്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ദിവ്യപ്രബോധനവും ധ്യാനവും ഫെബ്രുവരി 22 മുതൽ 25 വരെ പെരുങ്ങോട്ടുകര ശ്രീനാരായണാശ്രമം സോമശേഖര ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നതിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു. ശ്രീനാരായണ ആശ്രമം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദഗിരി, ശ്രീനാരായണ ധർമാശ്രമം സെക്രട്ടറി നീലേശ്വരം കാലടി സ്വാമി, അദ്വൈതാനന്ദ തീർത്ഥസ്വാമി എന്നിവർ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. സോമശേഖര ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ കാരാട്ടുപറമ്പിൽ, ശ്രീകുമാർ തന്ത്രികൾ, നാട്ടിക, പെരുങ്ങോട്ടുകര SNDP യൂണിയനുകളിലെ പ്രതിനിധികൾ, GDPS ജില്ലാ ഭാരവാഹികൾ, കാരമുക്ക്, ചിദംബരം ക്ഷേത്രത്തിലെ പ്രതിനിധികൾ, മറ്റ് ശ്രീനാരായണ പ്രസ്ഥാനത്തിലെ പ്രതിനിധികൾ, മറ്റു വൈദികന്മാർ എന്നിവർ സംബന്ധിച്ചു. ഓരോ ഗുരുദേവ ഭക്തനും അവരവരുടെ കീഴിൽ ഗുരുദേവ സംഘടിപ്പിക്കാൻ കഴിയും. ഇപ്പം ഞാൻ സംഘാടകങ്ങൾ ചിന്തിക്കരുത്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും നിർബന്ധമായും നിങ്ങൾക്ക് എത്ര ഉപയോഗം നടത്താൻ കഴിയും അത് പറയാം. ഓരോ വ്യക്തിയും നിങ്ങളുടെ കീഴിൽ എത്ര ഉപയോഗം നടത്താൻ കഴിയും. അപ്പം അത് പറഞ്ഞ് ഇവിടെ നോട്ട് ചെയ്യും. ഞാൻ പറയാൻ സമയമാകുമ്പോൾ നിങ്ങളിവിടെ ചിന്തിച്ചു. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഒരാൾ പോലും അത് വിട്ടൊഴിയരുത്. കാരണം പറയാം, ഈ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ള പാവനമായ ഒരു യജ്ഞത്തിലേക്ക് ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഈ പ്രചരണയോഗത്തിന് ഒരു സവിശേഷതയുണ്ട്. ആ ഒരു പ്രചരണയോഗം നടക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയോഗമാണ്. അവിടെ ഒരുപാട് പേര് ചേർന്ന് ഒരുമിച്ച് ഗുരുദേവനെ ചിട്ടയായിട്ട് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവനെ എങ്ങനെയാണോ പൂജിക്കുന്നത്, അവിടെ എന്തൊക്കെ പ്രാർത്ഥനകളാണോ ചൊല്ലുന്നത്, ആ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ഇപ്രകാരമാണ് പ്രാർത്ഥന സജ്ജീകരിക്കുന്നത്. ഇടവേള. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും 2023 ഡിസംബർ 15 മുതൽ 2024 ജനുവരി 15 വരെ 1 പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ. ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ. ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമോൾ ത്രിപുര. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു.
5000-ത്തിലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. നാട്ടിക ഇയാനി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാചരണവും മഹോത്സവത്തോടുമനുബന്ധിച്ച് പൊങ്കാലയും നടന്നു. രാവിലെ നടന്ന മഹാഗണപതി ഹോമത്തിന് ശേഷമായിരുന്നു പൊങ്കാലയിടലും പൊങ്കാല സമർപ്പണവും. ക്ഷേത്രം മേൽശാന്തി NS ജോഷി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് EK സുരേഷ്, സെക്രട്ടറി സുരേഷ് ഇയാനി, ട്രഷറർ ENT സ്നിധീഷ്, ജോയിന്റ് സെക്രട്ടറി EN പ്രദീപ് കുമാർ, രാജു ഇയാനി, തിലകൻ ഞായക്കാട്ട് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ പൊങ്കാലയിടൽ ചടങ്ങിനെത്തിയിരുന്നു. ഈ മാസം 16-ന് ചൊവ്വാഴ്ച വൈകിട്ട് ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറും. ജനുവരി 21-നാണ് ഉത്സവം. ജനുവരി 22-ന് നടക്കുന്ന ആറാട്ടോടെ മഹോത്സവത്തിന് കൊടിയിറങ്ങും. തളിക്കുളം പഞ്ചായത്തിലെ 4-5 വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രവാസികളുടെ വാട്സപ്പ് കൂട്ടായ്മയായ പുന്നച്ചോട് പ്രവാസി കൂട്ടായ്മയുടെ കുടുംബസംഗമം നടന്നു. കുടുംബസംഗമം ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ശ്രീരേഖ MT ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ റഷീദ് CM അധ്യക്ഷനായി. സെക്രട്ടറി PK ബഷീർ, വൈസ് ചെയർമാൻ PB അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഗ്ലൂക്കോമീറ്റർ വിതരണം, ലഘുലേഖ പ്രകാശനം, ആരോഗ്യ ക്ലാസ് എന്നിവ നടന്നു. ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഇല്ലാണ്ട് ഡിസ്ചാർജ് മേടിച്ചു പോകുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു ഇങ്ങനെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ വെച്ച് സഹായിക്കാൻ പറയായിരുന്നു. അത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൈസയുള്ള ആൾക്കാരാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമ്മൾ സഹായിക്കുന്നത് പറഞ്ഞാൽ ഒരുപാട് നല്ലൊരു കാര്യമാണ്. എക്സ് ഗൾഫാർ സൗഹൃദ കൂട്ടായ്മയുടെ 4ാമത് കുടുംബസംഗമം പൈനൂരിൽ സംഘടിപ്പിച്ചു. കൂട്ടായ്മയിലെ വനിതകൾ ചേർന്ന് കേക്ക് മുറിച്ച് കൂട്ടായ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് സന്തോഷ് മാടക്കായ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സന്തോഷ് വൈദ്യർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നന്ദകുമാർ കൂനത്ത്, സുരേഷ് ആലപ്പാട്, സുരേഷ് കൊല്ലം, MV രാജൻ, അബു അമീർ ഗുരുവായൂർ, ഹരീഷ് ഐനിക്കൽ, വേണുഗോപാൽ കോഴിക്കോട്, സുരേന്ദ്രൻ മണ്ണുത്തി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ഇതിനേക്കാളും ഹൈ ലെവലിൽ പോകണമെന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള സഹായ സഹകരണങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം. പിന്നെ നമ്മളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇതോടുകൂടിയിട്ട് നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വർഷം നമ്മളൊരു സന്നദ്ധ സംഘടനകൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാനുള്ള എല്ലാ പരിപാടികളും ഇവിടെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഈ വർഷം നമ്മൾക്ക് സാധിച്ചില്ല, കാരണം നമ്മുടെ സെക്രട്ടറിയുടെ വേർപാടും അതിൻ്റെതായ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതലും സാധിച്ചില്ല. എന്തായാലും അടുത്ത വർഷം നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ്. തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാൻ കൊതിക്കാറുണ്ടെന്നും. എടമുട്ടം കമ്മാറ അയ്യപ്പുണ്ണി തായ് വഴി കൂട്ടായ്മ പ്രഥമ സംഗമം നടന്നു. എടമുട്ടം കമ്മാറ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം സിനിമ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം ഉദ്ഘാടനം ചെയ്തു.
കുടുംബക്ഷേത്രങ്ങളുടെ വളർച്ച, കുടുംബക്ഷേത്രങ്ങളുടെ പുരോഗതി, കുടുംബക്ഷേത്രങ്ങളുടെ കെട്ടിലും മട്ടിലും വന്നിട്ടുള്ള ചന്തവും ചാർത്തും കാണുമ്പോൾ അത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകും. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മലയാളികളെ പോലെ അത് മനസ്സിലാക്കുന്ന വേറൊരു സംസ്കാരം, വേറൊരു സംസ്ഥാനം ഇന്ത്യയിൽ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രസിഡന്റ് MN സുരേഷ് അധ്യക്ഷനായി. 24 ചാനൽ റിപ്പോർട്ടർ ശ്രീനിത കൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. രക്ഷാധികാരികളായ KV പ്രസന്നൻ, NK ചന്ദ്രശേഖരൻ, സെക്രട്ടറി KN ബാലസുബ്രഹ്മണ്യൻ, ട്രഷറർ NK ബാബു, രാജൻ, വേണു കളപ്പുരയ്ക്കൽ, പ്രദീപ് കമ്മാറ, ഷാജി ഭഗവതി പറമ്പിൽ, രാജൻ വാലിപ്പറമ്പിൽ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. തൃപ്രയാർ ദേശവിളക്ക് ഭക്തി നിർഭരമായി. വൈകിട്ട് പാണ്ടൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് നടന്നു. താലം, നാഗസ്വരം, ഉടുക്കുപാട്ട്, അലങ്കരിച്ച അയ്യപ്പരഥം എന്നിവയുടെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പ് വിളക്ക് പന്തലിൽ സമാപിച്ചു. മുരളി വല്ലച്ചിറ ശാസ്താംപാട്ടിന് നേതൃത്വം നൽകി. പുലർച്ചെ പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, ആഴിപൂജ, വെട്ടും തടയും ആഴിപൂജ എന്നിവയും നടന്നു. ഉച്ചയ്ക്കും രാത്രിയിലും നടന്ന പ്രസാദ ഊട്ടിലും നിരവധി ഭക്തർ പങ്കെടുത്തു. കണ്ടശാങ്കടവ് സെന്റ് മേരീസ് ഫെറോന പള്ളിയിലെ തിരുനാൾ വർണ്ണാഭമായി. തിരുനാൾ ദിനമായ ശനിയാഴ്ച രാവിലെയും വൈകിട്ടുമായി വിശുദ്ധ കുർബാന നടന്നു. രാവിലെ നടന്ന തിരുനാൾ കുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൾ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികനായി. വൈകിട്ട് 4:30 കുർബാനയ്ക്ക് ഫാദർ പോൾ മാളിയമാവ് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു.
പള്ളി വികാരി ഫാദർ ജോസ് ചാലയ്ക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ മിഥുൻ ചുങ്കത്ത്, കൈക്കാരന്മാരായ വിൻസെന്റ് പള്ളിക്കുന്നത്ത്, ആന്റണി വടക്കേത്തല, ടി.എൽ. ജോസഫ്, സാബു മാളിയേക്കൽ, ജനറൽ കൺവീനർ ജെയ്സൺ പോൾ തേക്കാനത്ത്, ജോയിന്റ് കൺവീനർ സണ്ണി വടക്കേത്തല, വിവിധ കമ്മിറ്റി കൺവീനർമാർ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കാഞ്ഞാണി സെന്റ് തോമസ് പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആദ്യ ദിവസമായ ശനിയാഴ്ച യൂണിറ്റുകളിലെ അമ്പു സമൂഹം വാദ്യമേള അകമ്പടിയോടെ രാത്രി പള്ളി അങ്കണത്തിൽ എത്തിച്ചേർന്നു. ഞായറാഴ്ച രാവിലെ 10-നുള്ള തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ വിൻസെന്റ് പിടിയത്ത് മുഖ്യ കാർമ്മികനായി. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് ചാലക്കുടി ബ്ലൂ മാക്സ് അവതരിപ്പിക്കുന്ന മെഗാ ഷോ ഉണ്ടായിരിക്കും. തിരുനാളിന്റെ 8ാം മടത്തിൽ ഇടവകയിലെ 150 കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ചരിത്ര നാടകം ദിദിമോസ് അരങ്ങേറും. വികാരി ഫാദർ റാഫി തട്ടിൽ, ട്രസ്റ്റിമാരായ തോമസ് കെ, ഫ്രാൻസിസ് ഈസി, ഫ്രാൻസിസ് സി വി, ജനറൽ കൺവീനർ ആബിഡ് ബിജു എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും വിശുദ്ധ അന്തോണിസിന്റെയും സംയുക്ത തിരുനാളിന് കൊടികയറി. ഞായറാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ തിരുനാൾ കൊടിയേറ്റം നടത്തി. സപ്ലിമെന്റ് പ്രകാശനവും നടത്തി. അസിസ്റ്റന്റ് വികാരി ഫാദർ ബെൻവിൻ തട്ടിൽ, ട്രസ്റ്റിമാരായ ജെയിംസ് ചാലിശ്ശേരി, സോബി ഡേവിസ്, റാഫി ആലപ്പാട്ട്, ഡിനോ ദേവസി, തിരുനാൾ ജനറൽ കൺവീനർ ആന്റോ ചാലിശ്ശേരി, പബ്ലിസിറ്റി കൺവീനർ സജി വർഗീസ്, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 19, 20, 21 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാനൊരുങ്ങി തൃപ്രയാർ ശ്രീരാമക്ഷേത്രം. സുരക്ഷ ഉൾപ്പെടെയുള്ള സ്ഥിതിഗതികൾ വിലയിരുത്താൻ കളക്ടർ ഉൾപ്പെടെയുള്ളവർ തൃപ്രയാറിലെത്തി. പേരിലെ സമാനതയിൽ ഒരുമ തീർത്ത് അഷ്റഫ് സഹോദര കൂട്ടായ്മ വാർഷികം. ആചാരാനുഷ്ഠാനങ്ങളോടെ നാട്ടിക ഈയാൻ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.